ഇന്ത്യൻ സ്ത്രീകൾ വ്യാജ ലൈംഗികാതിക്രമ പരാതികൾ ഉന്നയിക്കില്ല എന്ന ധാരണ എപ്പോഴും ശരിയാകില്ല എന്ന് ഹൈക്കോടതിയും ഒരു നിരീക്ഷണവും പരാമർശവും ഒക്കെ വന്നിട്ടുണ്ട്. ഏതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. വ്യക്തിവിരോധം തീർക്കുന്നതിനും നിയമവിരുദ്ധമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുമായി ഫയൽ ചെയ്യപ്പെടുന്ന വ്യാജ ബലാത്സംഗ കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. കേസെടുക്കുമ്പോൾ ഈ വസ്തുത വിലയിരുത്തണമെന്നും ജസ്റ്റിസ് എ ബദ്രുദ്ദീന്റെ ഉത്തരവുണ്ടായിട്ടുണ്ട്. ശ്രീകാന്ത് ഒരിക്കൽ കൂടി അതിന്റെ വിവരങ്ങളുമായി ചെയ്യുന്നു. ശ്രീകാന്ത്, ഇപ്പോൾ ഏത് കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു നിരീക്ഷണവും ഉത്തരവും ഒക്കെ ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്? ഇന്ന് മെൻസ് അസോസിയേഷൻ ആഘോഷരാവും ശ്രീകാന്ത്. ഇത് ആദ്യമായല്ല കോടതിയിൽ നിന്നും ഈ ഇത്തരത്തിലൊരു ഉത്തരവ് വരുന്നത്. നേരത്തെ PV കുഞ്ഞികൃഷ്ണൻ ജസ്റ്റിസ് സമാനമായൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഇപ്പോൾ എ ബദറുദ്ദീൻ ജസ്റ്റിസ് ഇങ്ങനെ ഒരു ഉത്തരവ് കൊണ്ടുവരുന്നു. അതായത് അജിത്ത് എന്നയാൾ ഒരു ഹർജിയുമായി കോടതിയെ സമീപിക്കുന്നു. അയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ള വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന കേസ് റദ്ദാക്കണം എന്നതായിരുന്നു അയാളുടെ ആവശ്യം. 2004 തമ്മിൽ ഇഷ്ടത്തിലായിരുന്ന പെൺകുട്ടിയുമായി അയാൾക്ക് ബന്ധമുണ്ടായിരുന്നു. അത് കോൺസെക്ഷൽ റിലേഷൻഷിപ്പ് ആയിരുന്നു. ശേഷം 2019 ഇതിൽ പരാതി നൽകുന്നത്. ഇത് തനിക്കെതിരായ പകപോക്കൽ നടപടിയാണ് എന്ന് അദ്ദേഹം ആരോപിച്ചു. കോടതി അത് മുഖവിലക്കെടുത്തു. ആ കേസ് തന്നെ റദ്ദാക്കി. അതിനുശേഷമാണ് ഈ പരാമർശങ്ങൾ പറഞ്ഞത്. ഇന്ത്യൻ സ്ത്രീകൾ വ്യാജ ലൈംഗികാതിക്രമ പരാതികൾ ഉന്നയിക്കില്ല എന്നൊരു ധാരണ പൊതുവെയുണ്ട്. അത് പക്ഷേ എല്ലായ്പ്പോഴും ശരിയാകണമെന്നില്ല എന്നാണ് കോടതി പറയുന്നത്. വ്യക്തിവിരോധം തീർക്കുന്നതിനും നിയമവിരുദ്ധവുമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുമായി ഫയൽ ചെയ്യപ്പെടുന്ന വ്യാജ ബലാത്സംഗ കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നാണ് കോടതി പറയുന്നത്. കേസെടുക്കുമ്പോൾ ഈ വസ്തുത വിലയിരുത്തണം എന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന അജിത്ത് എന്നയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കിക്കൊണ്ടാണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത്. നേരത്തെ രാഹുൽ ഈശ്വറൊക്കെ ഇത്തരം കാര്യങ്ങളിൽ സജീവമായി ഇടപെടുമെന്ന് മെൻസ് അസോസിയേഷൻ അല്ലെങ്കിൽ പുരുഷന്മാർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്ന കമ്മീഷനൊക്കെ ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. സ്വകാര്യ ബില്ല് കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത്. അടുത്ത ഈ നിയമസഭാ സമ്മേളനത്തിൽ ഒരു സ്വകാര്യ ബില്ല് കൊണ്ടുവരുമെന്നാണ് ഈ പുരുഷന്മാരുടെ സംഘടന എന്ന് പറയുന്ന ആ സംഘടന അവകാശപ്പെട്ടത്. പക്ഷേ ഈ ദിവസങ്ങളിൽ വന്നതായി കണ്ടില്ല ശ്രീകാന്ത്. ഒരുപക്ഷെ അവർക്ക് പുത്തൻ ഊർജ്ജം പകരുന്നത് കൂടിയായിരിക്കും വിജയകുമാർ ഇത്തരം വിധികൾ. കഴിഞ്ഞ വിധി വന്നപ്പോൾ ഈ രാഹുൽ ഈശ്വർ എന്നെ നേരിട്ട് വിളിച്ച് സംസാരിച്ചതാണ്. ഈ ഇത്തരം വിധികൾ അത് മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുമെന്നൊക്കെ. അപ്പോ ഒരുപക്ഷെ അവർക്ക് വീണ്ടും ഒരു ഊർജ്ജം പകരുന്ന വിധി എന്ന് വേണമെങ്കിൽ പറയാം. ഹാഷ്മി ആദ്യം പറഞ്ഞതുപോലെ അല്ല, ഉറപ്പായും എന്ന് പറഞ്ഞാൽ ഉറപ്പായും അതിന് ആരുവശം ഉണ്ടോ ഇതുപോലെ വ്യാജ എന്ന് പറഞ്ഞാൽ നേരത്തെ ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ നിന്നും ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ച എന്തായാലും സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ തടയുന്നതിനുള്ള ശക്തമായ ഒരു ടൂൾ ആ നിയമമാണെന്നിരിക്കുക. അതിനാരും ദുരുപയോഗപ്പെടുന്നുണ്ടോ എന്ന സ്ക്രൂട്ടണി നടക്കണം.